എന്നതിന് വലിയ വിശാലമായ അർത്ഥമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനവും വോട്ടിംഗും സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ ഏറ്റവും ശക്തമായ മേഖലയാണ്. സ്വാതന്ത്ര്യം ഭരണഘടനാപരമായ അവകാശങ്ങളുടെ രൂപത്തിൽ ലിംഗസമത്വം കൊണ്ടുവന്നു. എന്നാൽ ചരിത്രപരമായ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം അധികാര നിർവഹണവുമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ 16 വനിതാ മുഖ്യമന്ത്രിമാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലിംഗഭേദം, സാംസ്കാരികവും ചരിത്രപരവുമായ ഘടകങ്ങൾ, വനിതാ നേതാക്കൾക്കുള്ള പിന്തുണയുടെ അഭാവം തുടങ്ങിയ ഘടകങ്ങളാണ് കടുത്ത വൈരുദ്ധ്യത്തിന് കാരണം. കൂടാതെ 1963 മുതൽ 1967 വരെ ഉത്തർപ്രദേശിലെ സുചേത കൃപലാനിയായിരുന്നു ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. അവർ ഭരണഘടനാ അസംബ്ലിയുടെ ഭാഗമായിരുന്നു. കൂടാതെ 2024 ഏക വനിതാ മുഖ്യമന്ത്രിയും പശ്ചിമ ബംഗാളിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മമതാ ബാനർജിയാണ്. റാബ്രി ദേവി, സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, ഉമാ ഭാരതി, വസുധാര രാഘെ സിന്ധ്യ, മമതാ ബാനർജി, ആനന്ദി മെൽ മഫ്ഫായ് പട്ടേൽ, മെഹബൂബ മുഫ്തി സെയ്ദ്, സുചേത കൃപലാനി, നന്ദിനി സത്പതി, ശശികല കത്തോദ്കർ, അൻവാര തൈമൂർ, വൈക്കം നാരായണി ജാനകി രാമചന്ദ്രൻ, ജയറാം ജയലളിത, മായാവതി, രജീന്ദ്ര കൗർ ഭട്ടർ എന്നിവരായിരുന്നു ഇന്ത്യയുടെ 16 വനിതാ മുഖ്യമന്ത്രിമാർ. ഇന്റർനാഷണൽ കോൺഗ്രസ് അംഗമായ ഷീല ദീക്ഷിത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കി. കൂടാതെ അവർ 15 വർഷത്തിലേറെയായി ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയെ നയിച്ചു. ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ജയറാം ജയലളിതയാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള രണ്ടാമത്തെ ഭരണവുമായി അടുത്തത്. കൂടാതെ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ വനിതാ മുഖ്യമന്ത്രിയുമാണ് ജയലളിത. മറുവശത്ത് അതേ സംസ്ഥാനത്തിന്റെയും പാർട്ടിയുടെയും വൈക്കം നാരായണി ജാനകി രാമചന്ദ്രനായിരുന്നു ഏറ്റവും കുറഞ്ഞ കാലാവധി, 23 മാത്രം. കൂടാതെ നിയമനിർമ്മാണ സംവിധാനങ്ങളുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 12 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമാണ് വനിതാ മുഖ്യമന്ത്രിമാരുള്ളത്. നിലവിൽ പശ്ചിമ ബംഗാളിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യയിലെ ഏക വനിതാ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. 3 തവണ തുടർച്ചയായി അധികാരത്തിലേറിയ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം സേവിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രധാന വ്യക്തിയുമായിരുന്നു ഇന്ദിരാഗാന്ധി. ശ്രീമതി ഇന്ദിരാഗാന്ധി 1955 കോൺഗ്രസ് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1959 ഇവർ പാർട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1964 ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ നിന്ന് നിർണായക സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു. അവർ തുടർച്ചയായി 3 തവണയും പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ കേരളത്തിൽ ഇന്നോളം വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിമാരെ തൃണവൽക്കരിച്ചുകൊണ്ട് KR ഗൗരിയമ്മ ഉണ്ടായി. 1957 ഐക്യകേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം EMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗമായിരുന്നു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ KR ഗൗരിയമ്മ. മലയാളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ജ്വലിച്ചു നിന്നിരുന്ന വിപ്ലവ നക്ഷത്രം. സംസ്ഥാനം ഇന്നേ വരെ കണ്ട പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളിൽ മുൻനിരയിൽ നിലയുറപ്പിച്ച ആളായിരുന്നു ഗൗരിയമ്മ. നാരീശക്തി വന്ദൻ നിയമം പാസായ ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. പാർലമെന്റിലേക്ക് 1/3 വനിതകൾ എന്ന നിയമം പക്ഷേ എന്ന് നടപ്പാക്കും ആർക്കും അറിയില്ല.